ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും ഒരു അപ്ഡേറ്റ്സ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ ആഴ്ച റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ മമ്മൂക്കയുടെ ടർബോ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റീസൺസ് ആണ്. നമ്മൾ ഇടയ്ക്കൊക്കെ തന്നെ പറയാറുള്ളൂ എന്തുകൊണ്ടാണ് ചിത്രം കാണാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ടർബോയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം വൈശാഖാണ് ഇതിന് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ മിഥുൻ മാനുവൽ തോമസ് ഒക്കെയാണ് ഇതിലെ തിരക്കഥ എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്കെന്തായാലും ഇതിൻ്റെ സമയം കളയാതെ തന്നെ ഇതിൻ്റെ റീസൺസിലൊക്കെ കിടക്കാം. ഒന്നാമത്തെ റീസണായി എനിക്ക് പറയാനുള്ളത് മെഗാസ്റ്റാർ എന്ന് പറയുന്ന മമ്മൂക്കയുടെ തന്നെയാണ്. ഒറ്റ കാരണം അദ്ദേഹത്തിൻ്റെ പല പല വ്യത്യസ്തമായിട്ടുള്ളൊരു പകർന്നായിട്ട് നമ്മൾ കാണാൻ സാധിച്ചു. 2023 ഒക്കെ കാണാൻ സാധിച്ചു. എന്നാൽ താൻ നാപ്പകൽ നേരത്ത് മയക്കം, അതുപോലെ തന്നെ ബ്രഹ്മയുഗം, അതുപോലെ റൊഷാക്ക്, പല പല ചിത്രത്തിലും വ്യത്യസ്തമായ കണ്ണൂർ സ്ക്വാഡ്, വ്യത്യസ്ത വേഷമുള്ള മനുഷ്യൻ്റെ ഒരു പകർന്നാട്ടം. അപ്പോൾ ഈ 73 വയസ്സുകാരൻ്റെ ചിത്രം അത് ടർബോ വരുമ്പോൾ അദ്ദേഹം എത്രത്തോളം ആക്ഷന് പ്രാധാന്യം നൽകുന്നു പറയുന്നുണ്ട്. കാരണം ഇതിനെ കുറേ മുമ്പ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു മമ്മൂക്കയ്ക്ക് ടർബോയിലൊക്കെ ആയിരിക്കും പരിക്ക് പറ്റിയിട്ടുണ്ടാകും. കാരണം അത്രയേറെ ആക്ഷൻ സീരീസും കാരണം ചിത്രത്തിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ 73 വയസ്സുകാരൻ ചെയ്ത് വെച്ചിട്ട് കാണാൻ ഭയങ്കര ആകാംക്ഷയുണ്ട് നമ്മുടെ മമ്മൂക്കയുടെ മെഗാസ്റ്റാറിൻ്റെ ഒരു ഇൻട്രോ സീൻ. ഇൻട്രോയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ വെയിറ്റിംഗ് എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയേറ്റർ ചിലപ്പോൾ ഒരു പൂരപ്പറമ്പാക്കാൻ സാധിക്കാവുന്ന ഒരു ഇൻട്രോ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ ഫസ്റ്റ് ഷോ അതിൻ്റെ സ്ക്രീൻ ഷോ അടക്കം പുറത്ത് ലീക്കാവും മുമ്പ് കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതും ഒന്നാമത്തെ റീസൺ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ റീസൺ എനിക്ക് പറഞ്ഞ ട്രെയിലറായിരുന്നു. കാരണം ട്രെയിലർ വളരെ നല്ല രീതിയിൽ തന്നെ എനിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. കാരണം ഇതിൻ്റെ പോസ്റ്റേഴ്സിന് വലിയ പ്രാധാന്യം നൽകിയെങ്കിൽ പോലും ട്രെയിലർ അത്യാവശ്യം ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല BGM ആണെങ്കിലും സീൻ ബൈ സീൻസ് ആണെങ്കിലും, കാരണം ഇതിന് ഒന്നാമത്തെ ട്രെയിലറിലെ ഒന്നാമത്തെ ഷോയിൽ തന്നെ ഏകദേശം 8 സീനോളം കട്ട്സ് ആയിട്ടാണ് അവർ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പണിയെടുത്തെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആക്ഷൻ സീൻസ് ആണെങ്കിലും നമുക്ക് ആ ട്രെയിലറിൽ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഒന്ന് കറങ്ങി വരുന്നൊരു ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തോക്ക് പിടിച്ച് ബേസിലുള്ള ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിലറിൽ തന്നെ ആക്ഷൻ്റെ കാര്യത്തിൽ യാതൊരു പഞ്ഞം ഉണ്ടാവില്ലെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ട്രെയിലറിൽ നിന്ന് ഫാൻസുകാർക്ക് കൈയടിക്കാനും എല്ലാം ഉള്ള എല്ലാ രംഗങ്ങളൊക്കെ ഉണ്ടാവും. അത് തന്നെയാണ് എനിക്ക് രണ്ടാമത്തെ റീസണായി പറയാനുള്ളത്. മൂന്നാമത്തെ റീസൺ എനിക്ക് പറയും മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ആ റൈറ്റുള്ള വിശ്വാസം. കാരണം അദ്ദേഹം നമ്മൾ ത്രില്ലർ ചിത്രം കണ്ടു, കോമഡി ആട് 2 ആട് 1 കോമഡിയുടെ സ്ക്രിപ്റ്റ് അദ്ദേഹം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഫിനിക്സിൽ ഒരു ഹൊറർ ബേസ് ചെയ്തിരുന്നു. എബ്രാമോസിൽ ത്രില്ലർ ചെയ്തിരുന്നു, മെഡിക്കൽ ത്രില്ലറായിട്ട്. ഗരുഡിലും ത്രില്ലർ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു ആക്ഷൻ കോമഡി ചിത്രം സ്ക്രിപ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം അങ്ങനെ ചിത്രത്തിൽ സ്പേസ് കൊടുക്കുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു സ്പേസ് കാണാൻ, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് അത് എഴുതി വെച്ചിരിക്കാൻ കാണാൻ ഭയങ്കര ആകാംക്ഷയുണ്ട്. അത് തന്നെയാണ് എനിക്ക് മൂന്നാമത്തെ റീസണായി പറയാനുള്ളത്. അതിപ്പോൾ തന്നെ കാസ്റ്റിങ്, ഇതിൽ കാസ്റ്റിംഗ് എടുത്ത് പറയുന്നത് നമുക്ക് ഒരുപാട് താരം ചിത്രത്തിലുണ്ട്. നമുക്കറിയാം ബിന്ദു മണിക്കരും അതുപോലെ തന്നെ ബാക്കി ഒരുപാട് വ്യക്തികൾ. എനിക്ക് ഏറ്റവും വലിയ കാസ്റ്റിംഗ് ആയി കാണാതിൽ വില്ലൻ എന്ന് പറയുന്ന വെട്രിവേൽ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഋഷിബ് ഷെട്ടി. അപ്പോൾ ആ കഥാപാത്രം എത്രത്തോളം മലയാള സിനിമയിലേക്ക് ആദ്യമായിട്ട് അരങ്ങേറ്റം തന്നെ കുറിച്ചിട്ടുള്ളത്. നമുക്കറിയാം അദ്ദേഹത്തിന് ഗരുഡവാമന അതുപോലെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പകർന്നാണ്ട് കണ്ടുള്ള വ്യക്തി തന്നെയാണ്. ആ ഗരുഡ അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടക്കം തന്നെ അദ്ദേഹം ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു ഭാഗം സിഗരറ്റ് കത്തിക്കുന്ന ഭാഗമായി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വില്ലൻ എത്രത്തോളം ഒരു പവർഫുൾ ആണെന്ന് കാര്യത്തിൽ വ്യക്തം തന്നെയാണ്. കാരണം പറയുന്നുണ്ട് വെട്രിഫിനോടാണ് കളിച്ചെങ്കിൽ ഒരുത്തരും പോലും ജീവൻ ഉണ്ടാവില്ലെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പവർ ഉള്ള ഒരു കഥാപാത്രം തന്നെയായിരിക്കും ടർബോയിൽ ഈ വില്ലൻ ചെയ്യുന്ന വെട്ടുകളിൽ എന്ന് പറയുന്ന കഥാപാത്രം. മറ്റൊരു കാര്യത്തിൽ ഹൈഡാക്കി വെച്ചിട്ടുള്ള വേറൊരു വില്ലനുണ്ട്. ആ വില്ലൻ്റെ മുന്നേ തന്നെ അതിൻ്റെ പോസ്റ്റേഴ്സും ഞങ്ങൾ ഇറക്കി വിട്ടിരുന്നു, പക്ഷേ ട്രെയിലർ കാണിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 98% അത് തന്നെയാണ് മെയിൻ വില്ലനും. ഇത് സെക്കൻഡ് വില്ലനായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് കണ്ടുമ്പോൾ പുഷ്പയിലെ വില്ലനായിട്ടുള്ള വ്യക്തിയാണ്, അതിൻ്റെ പേരറിയില്ല. നല്ല കഥാപാത്രം തന്നെയാണ്. പിന്നെ നമുക്ക് പാച്ചും അത്ഭുതവിളക്കിലെ നായികയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അവരുടെ പേര് മറന്നുപോയി. അപ്പോൾ ആ കഥാപാത്രം അഞ്ജന ജയപ്രകാശം തോന്നുന്നു. അപ്പോൾ ആ കഥാപാത്രം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അവരെ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒന്നാമത്തെ പാച്ചു അത്ഭുതവിളക്കത്തിലും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നല്ല സ്പേസ് തന്നെ ഉണ്ടാവും വിചാരിക്കുന്നു. പിന്നെ ഏറ്റവും അവസാനം എനിക്ക് പറഞ്ഞു മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന അതിലുള്ള വിശ്വാസം തന്നെയാണ്. കാരണം ഒട്ടും തന്നെ അവർ നമുക്ക് ക്വാളിറ്റി ചിത്രം തന്നെയാണ് മമ്മൂക്ക നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഓരോ ചിത്രത്തിൽ ആ പകൽ നേരത്ത് മയക്കാണെങ്കിലും കാതൽ ക്രോ ആണെങ്കിലും അതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡ് ആണെങ്കിലും റൊഷാക്കാണെങ്കിലും പല ചിത്രങ്ങൾ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയെ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനിയും ചതിക്കുമെന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ അതിലും ടർബോ റിലീസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ മെയ് 23 അപ്പോൾ ആരൊക്കെയാണ് ഫസ്റ്റ് ഡേ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ എന്തായാലും വെയിറ്റിംഗ് തന്നെയാണ്. എന്തായാലും മമ്മൂക്കയുടെ ഒരു പോസിറ്റീവ് കിട്ടിക്കാൻ ഒരു 100 കോടി കിട്ടാൻ ചാൻസ് ചിത്രം തന്നെയാണ്. കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്തിരിക്കും. ബൈ ഫ്രണ്ട്സ്.